എത്ര ചെറിയ അടുക്കളയാണെന്നുണ്ടെങ്കിലും നമുക്ക് എല്ലാ സാധനങ്ങളും ചെറിയ സ്ഥലത്ത് തന്നെ ഒതുക്കി വെക്കാനുള്ള കുറച്ചധികം നല്ല ടിപ്സുകളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുന്നു വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വേനൽക്കാലം തുടങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് വെള്ളത്തിന്റെ ലഭ്യതയും വളരെയധികം കുറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് എന്നാൽ വെള്ളത്തിന്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ സാധിക്കുന്ന, എന്നാൽ കുറച്ച് മാത്രം വെള്ളം ചിലവാകുന്ന നല്ലൊരു സൂത്രമാണ് കേട്ടോ. അപ്പൊ അതിനായിട്ട് വേണ്ടത് നമുക്ക് ഇതുപോലത്തെ ഒരു വാട്ടർ ബോട്ടിൽ എടുക്കാം. ഒരു ഫോർക്ക് എടുത്തിട്ട് നല്ലതുപോലെ ചൂടാക്കിയിട്ട് ഞാൻ ബോട്ടിൽ ഇതുപോലെ ഒന്ന് ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാനിപ്പോൾ ഇട്ട ഈ ഒരു ഭാഗത്ത് തന്നെ നിങ്ങൾക്ക് ഹോൾസ് ഇടണമെന്നില്ല, കുറച്ചുകൂടി താഴ്ഭാഗത്തേക്കായിട്ട് ഹോൾസ് ഇട്ടാലും നിങ്ങൾക്ക് വെള്ളം നല്ല രീതിയിൽ വരുന്നതാണ്. അപ്പൊ നമ്മളിത് വെള്ളം നിറച്ചിട്ട് ബോട്ടിൽ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം പുറത്തേക്ക് വരുന്നതാണ്. നമ്മൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം സ്റ്റോപ്പ് ആവും കേട്ടോ. നമ്മൾ കൈ കഴുകാനാണെന്നുണ്ടെങ്കിലും പാത്രം കഴുകാനാണെന്നുണ്ടെങ്കിലും കുറച്ച് വെള്ളം കൊണ്ട് നമുക്ക് നമ്മൾ ടാപ്പ് തുറന്നിട്ട് നമ്മൾ എങ്ങനെയാണോ വെള്ളം യൂസ് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. എന്നാൽ കുറച്ച് മാത്രം വെള്ളമേ ചിലവാവുകയുള്ളൂ. ഈ ഒരു സൂത്രം എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. നമ്മളുടെ എല്ലാവരുടെയും വീട്ടിലും ഇതുപോലത്തെ ട്യൂബുകൾ ഉണ്ടാവും. നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ഡസ്റ്റ്ബിന്നിലാണ് ഇടുക. അപ്പോൾ അതുപോലെ ഡസ്റ്റ്ബിന്നിൽ ഇടാതെ ഇതൊന്ന് ചെയ്ത് നോക്കൂട്ടോ. ഞാൻ ഫേസ് വാഷിൻ്റെ ഇതുപോലെ ഈ ഒരു ബാക്ക് ഭാഗത്ത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഫേസ് വാഷിൻ്റെ എന്നല്ല, ഇതുപോലത്തെ ട്യൂബുകൾ ഉണ്ടെങ്കിൽ എന്തായാലും കളയണ്ട കേട്ടോ. ഞാൻ അതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. കട്ട് ചെയ്തതിന് ശേഷം ഞാൻ അതിലേക്ക് ചെറിയ ചെറിയ കല്ലുകളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നല്ല കഴുകി വൃത്തിയാക്കി എടുത്തുള്ള കല്ലാണ്. അത് ഒരു 4-5 ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാ ഇട്ടെന്ന് വെച്ചാൽ നമ്മളത് പെട്ടെന്ന് അത് മറിഞ്ഞു വീഴാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മുടെ പീലർ, അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കിച്ചണിൽ ഉപയോഗിക്കുന്ന കത്തികൾ, അതേപോലെ തന്നെ നമ്മുടെ ലൈറ്റർ, ഇത്രയും സാധനങ്ങളെല്ലാം നമുക്ക് ഈ ഒരു കുഞ്ഞ് ഇതിൽ ഈസി ആയിട്ട് വെക്കാവുന്നതാണ് കേട്ടോ. എന്നാൽ വെയിറ്റ് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടോ മറിഞ്ഞു വീഴോ ഒന്നും ചെയ്യില്ല. നമുക്ക് കിച്ചണിൽ എപ്പോഴും നമ്മൾ തിരയുന്ന സാധനമായിരിക്കും കത്തി. അത് പല സമയത്തും പല സ്ഥലത്തായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാനും അതേപോലെ തന്നെ എടുത്തു വെക്കാനായിട്ട് സാധിക്കുന്നതാണ്. നെക്സ്റ്റ് എന്താ നോക്കാം. ഇതുപോലുള്ള വാട്ടർ ബോട്ടിലുകൾ നമ്മളെ എല്ലാവരുടെയും വീട്ടിൽ വെറുതെ കിടക്കുന്നുണ്ടാവും. നമ്മൾ പിന്നെ ഉപയോഗിക്കാറുണ്ടാവില്ല. അത് എന്തായാലും നമ്മൾ ഡസ്റ്റ്ബിന്നിലാണ് ഇടാറുള്ളത്. അപ്പോൾ അത്തരം 2-3 വാട്ടർ ബോട്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനെ എന്നിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നത് ഇതൊന്ന് കട്ട് ചെയ്യണം. കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ബോട്ടിൻ്റെ ഒരു നെക്കിന് കുറച്ച് താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇത്രയും ഭാഗമാണ് കേട്ടോ ആദ്യം കട്ട് ചെയ്യുന്നത്. അപ്പോൾ 3 ബോട്ടിലും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒന്നും തന്നെ വേസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ. എല്ലാം നമുക്ക് ഉപയോഗപ്രദമായതാണ്. കിച്ചണിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ആ നെക്ക് ഭാഗം ഇനി മാറ്റി വെക്കാം. അത് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ആ ബോട്ടിൻ്റെ താഴ്ഭാഗത്ത് ഇത്രയും ഈ 3 പീസുകളാണ് കേട്ടോ ഇപ്പോൾ എടുക്കുന്നത്. ബോട്ടിലിൻ്റെ ഈ ഒരു പാർട്ടാണ് ഇപ്പോൾ എടുത്തുള്ളത്. അതിൻ്റെ താഴ്ഭാഗത്ത് ആദ്യം നമ്മൾ വെള്ളം തങ്ങി നിൽക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്തും അതിൻ്റെ നേരെ താഴ്ഭാഗത്തുമായിട്ട് വേറെ 2 ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ത്രെഡ് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏറ്റവും താഴെ 2 ഹോൾസ് വലുതാണ്. അതിൻ്റെ നേരെ മുകളിലും മറ്റൊന്നും കൂടി ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും താഴെ നമ്മൾ കുഞ്ഞു കുഞ്ഞു ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം തങ്ങി നിൽക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ 3 ബോട്ടിലും നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് 2 ഭാഗത്തായിട്ട്, ബോട്ടിൽ 2 ഭാഗത്തായിട്ട് ചെയ്യണം. അപ്പോഴാണ് നമ്മളത് ഹാങ് ചെയ്യാനായിട്ട് ഈസി ആയിട്ടുണ്ടാവുള്ളൂ. ഞാൻ ഇപ്പോൾ ഇതുപോലെ തിക്കായിട്ടുള്ളൊരു ത്രെഡാണ് എടുത്തുള്ളത്. ഇതിപ്പോൾ ഈ ഷൂസിൻ്റെ പഴയ ഒഴിവാക്കിയ ഷൂവിൻ്റെ ലേസാണ് കേട്ടോ. അപ്പോൾ ഇത് തന്നെ എടുക്കണമെന്നില്ല. പ്ലാസ്റ്റിക്കിന് നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള കയറെടുത്താലും മതി. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ സൈഡിൽ നമ്മൾ ഏറ്റവും താഴ്ഭാഗത്ത് ഹോൾസ് ഇട്ടില്ലേ, അതിലൂടെ നമ്മൾ ഇത് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് പുറത്തേക്ക് എടുത്തിട്ട് വീണ്ടും അത് അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഉള്ളിലേക്ക് കൊടുക്കുക. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും. അത് താഴത്തേക്ക് ഊർന്ന് വരാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതുപോലെ ഒരൊറ്റ ത്രെഡിൽ തന്നെ 3 ബോട്ടിലിൻ്റെ പീസുകളും ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇത് കാണുന്ന സമയത്ത് മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ 3 ബോട്ടിലിനും ഇതുപോലെ ഫസ്റ്റ് ത്രെഡ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഇതേപോലെ നമ്മൾ ത്രെഡ് കോർത്തെടുക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് എന്ത് സാധനം വെച്ചാലും അത് ബാലൻസ് ചെയ്ത് നിൽക്കാനായിട്ട് ഹെൽപ്പ് ആവുള്ളൂ. ബോട്ടിൻ്റെ 2 സൈഡിലും നമ്മൾ ആ ചരടിൽ നന്നായിട്ടൊന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്കത് താഴത്തേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ ബോട്ടിൻ്റെയും ഇടയിൽ ഓരോ നോട്ട് ഇട്ട് കൊടുത്താൽ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് എത്രത്തോളം അതിൻ്റെ ഗ്യാപ്പ് വേണം അതിനൊക്കെ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വയ്ക്കാവുന്നതാണ്. എന്നിട്ട് ഏറ്റവും മുകൾ ഭാഗത്ത് നമ്മളത് ഹാങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ആണിയിൽ നമുക്കത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ 2 ത്രെഡ് കൂടി നന്നായിട്ടൊന്ന് ജോയിൻറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഇത്രയും സിമ്പിളാണ്. എന്നാൽ നമുക്ക് ഒരുപാട് ഉപയോഗപ്രദമായിട്ടുള്ളതാണ് കേട്ടോ. നമ്മളെ വീട്ടിലുള്ള ഇതുപോലത്തെ
സ്പൂണുകള്, കൈലുകള്, ഗ്ലാസ്സുകള്, ചെറിയ ചെറിയ തിങ്സുകൾ ഉണ്ടാവുമല്ലോ, അതെല്ലാം നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ഹാങ് ചെയ്യാനായിട്ട് സാധിക്കും. പാത്രങ്ങൾ കഴുകുന്ന സമയത്തിന് ഇതുപോലെ ഇട്ട് വെക്കാം. അതിൽ വെള്ളമെല്ലാം ആ ഹോൾസിലൂടെ പുറത്തേക്ക് പോകുന്നതാണ്. അത് മാത്രമല്ല നമുക്ക് ഒരുപാട് സ്പേസ് വേണ്ടി വരുന്ന പല സംഭവങ്ങളും നമുക്ക് ഇതുപോലെ ചെറിയൊരു സ്പേസിലേക്ക് ഒതുക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ട്ടോ. അപ്പൊ കിച്ചണിൽ ഇത് ഒരുപാട് യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ട്ടോ. അടുത്ത എന്താ നോക്കാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബോട്ടിന്റെ മറ്റു പാർട്ടില്ലേ, നെക്ക് വരുന്ന ആ ഒരു ഭാഗത്തെ പീസുകളാണ്. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ രണ്ട് സൈഡിലും ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബോട്ടിൽ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്താണ് ഇട്ട് കൊടുക്കുന്നത്. രണ്ട് ഹോളുകളാണ് അത്. ഒന്ന് ഇട്ടതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അടുത്ത ഹോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് നമുക്കൊരു കയറ് വേണം കേട്ടോ. ഒരേ ഒരു കയറാണ് എടുക്കുന്നത്. കുറച്ച് നീളത്തിലുള്ള കയറാണ് എടുക്കേണ്ടത്. എന്നിട്ട് ഇതുപോലെ ഓരോന്നും വൺ ബൈ വൺ ആയിട്ട് നമ്മളത് ഇതുപോലെ ഒന്ന് ഹാങ് ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതുപോലെ ചെയ്തിട്ട് കിച്ചണിൽ വെക്കുന്ന സമയത്ത് നമുക്ക് കിച്ചണിലുള്ള പെട്ടെന്ന് നമുക്ക് അത്യാവശ്യം വേണ്ട തിങ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, പച്ചമുളക്, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്തരം സാധനങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ ഹാങ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇതിൽ തന്നെ നമുക്ക് പ്ലാന്റുകളും വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഞാൻ വെള്ളത്തിലാണ് ഇപ്പോൾ മണി പ്ലാന്റ് വെച്ചിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ആ വെള്ളം നമുക്ക് മാറ്റുന്നതിനും ഈസിയാണ് കേട്ടോ. ആ ബോട്ടിലിന്റെ ആ മൂടി തുറന്നു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം റിമൂവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇത് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത എന്താ നോക്കാം. ഈ ഒരു ബോട്ടിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലെ എല്ലാ മാറാലകളും നമുക്ക് സിമ്പിൾ ആയിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട്, ഒരാളുടെ ഹെൽപ്പ് ഇല്ലാതെ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ വീട് മുഴുവനായിട്ട് ക്ലീൻ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഞാൻ ഈ ഒരു ബോട്ടിന്റെ അതിന്റെ അടപ്പ് മാറ്റിയതിന് ശേഷം ആ ബോട്ടിലൊന്ന് നടുകിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതുപോലെയാണ് കട്ട് ചെയ്യുന്നത്. നമുക്ക് അതിന്റെ ഒരു പാർട്ട് മാത്രമേ ആവശ്യമുള്ളൂ ഇപ്പോൾ തൽക്കാലം. അപ്പൊ ഈ ഒരു പാർട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ കത്രിക ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 4 ഇഞ്ച് വീതി വരുന്ന രീതിയിലാണ് ഞാൻ ഓരോ പീസും കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്തിട്ട് നമ്മൾ ആ പീസ് മുറിച്ചെടുക്കുന്നില്ല, കട്ട് ചെയ്ത് അവിടെ വെക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആ ബോട്ടിന്റെ ചുറ്റിലും ചെയ്യണം. ബോട്ടിലിന്റെ ചുറ്റിലും ഇതുപോലെ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് ഇതുപോലെ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. എന്നിട്ട് ഞാൻ ഒരു പഴയ മോപ്പിന്റെ സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ സ്റ്റിക്കിന് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുന്ന സമയത്ത് അത് ലൂസായിരുന്നു. സ്റ്റിക്ക് കുറച്ച് വണ്ണം കുറവുള്ളത് കൊണ്ട് തന്നെ ഞാനൊരു ഡബിൾ സൈഡ് ടാപ്പ് എടുത്തിട്ട് ഇതുപോലെ ചുറ്റി കൊടുത്തതിന് ശേഷം ആ ഒരു ബോട്ടിനുള്ളിലേക്ക് വെച്ച് കൊടുത്തപ്പോൾ കറക്റ്റായിട്ട് നമുക്കത് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റി. അധികം ലൂസ് ഇല്ലാതെ നല്ല ടൈറ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ടൈറ്റ് ആയിട്ട് തന്നെ നിൽക്കണം. അപ്പോഴാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അത് ഊർന്ന് താഴത്തേക്ക് വരാതിരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളെ വീടിൻ്റെ മുക്കിലും മൂലയിലൊക്കെ ഒരുപാട് മാറാലയും പൊടിയും എല്ലാം പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ഒന്ന് നീക്കി കഴിഞ്ഞാൽ എല്ലാ മാറാലയും നമുക്ക് പോരുന്നതാണ് കേട്ടോ. ക്ലീനിങ് എല്ലാം നമുക്ക് ഇത്രയും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാം കേട്ടോ. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.